ഓക്കെ, വെൽക്കം ബാക്ക് ടു സുബ് ഗെയിം. അപ്പൊ നമുക്ക് ഒരു എപ്പിക്കും കാർഡും ഇല്ല, ഒരു ഫീച്ചേർഡ് കാർഡും ഇല്ല, ഹൈലൈറ്റ് കാർഡും ഇല്ല, ഫുൾ ബേസ് കോഡ് വെച്ച് ഒരു സ്കോഡ് ബിൽഡ് ചെയ്തിട്ട് ആ സ്കോഡും വെച്ച് ഡിവിഷൻ മാച്ച് കളിച്ചു നോക്കാം. ജയിക്കാൻ പറ്റൂല്ലോ ഒക്കെ നോക്കി നോക്കാം. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നല്ല പെർഫോമൻസ് കിട്ടണ ബേസ് കോഡ് നമുക്ക് സ്കോഡ് ബിൽഡ് ചെയ്ത് സെറ്റ് ആക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമേഷൻ 4-2-4. ഒക്കെ രണ്ട് വിങ് AMF SS ആൾ കിട്ടിയില്ലാത്തതുകൊണ്ടാണ് 4-2-4 ആക്കിയത്. നമുക്ക് ഗോൾ കീപ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗോൾ കീപ്പർ വേറെ ആരുമില്ല, ഈ ബേസ് കാർഡിലെ ബെസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടും അതുള്ളൂ. അപ്പൊ കോട്ടിനെ പിടിച്ച് നമുക്ക് ഗോൾ കീപ്പറിലേക്ക് ഇടാം. പിന്നെ വരുന്നത് രണ്ട് CB ആണ്. CB ഒരെണ്ണം വാണ്ടേക്കും ഒരെണ്ണം സാലിമ എടുത്തിരുന്നത്, രണ്ടും ബിൽഡപ്പാണ്. എനിക്കറിയാം ഡിസ്റ്റോവർ നൈസ് കാർഡ് കിട്ടുമെന്ന് തപ്പി നോക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം. ഇപ്പൊ നമുക്ക് സാലിബേനും വാണ്ടേക്കിനും പിടിച്ച് രണ്ട് CB ആക്കി ഇടാം. ഓക്കെ, രണ്ട് ബിൽഡപ്പ് പ്രശ്നം ഉണ്ടോന്ന് വെച്ചാൽ ചെറിയ പ്രശ്നം ഉണ്ടാവും, രണ്ട് ബിൽഡപ്പ് അല്ല. അപ്പൊ അത്യാവശ്യം വാണ്ടേക്കായാലും സാലിബ അത്യാവശ്യം സ്പീഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് സ്റ്റാറ്റ്സ് ഒക്കെ ഉള്ള പ്ലേയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് രണ്ട് CB പിടിച്ചിടാം. അടുത്ത നമുക്ക് റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക്. ഇപ്പൊ റൈറ്റ് ബാക്ക് ഡിഫൻസീവ് ഫുൾ ബാക്കും ലെഫ്റ്റ് ബാക്ക് അറ്റാക്കും ഫുൾ ബാക്ക് ഇടാന്നാണ് വിചാരിക്കുന്നത്. റൈറ്റ് ബാക്ക് വേറെ ആരും നമ്മുടെ കുണ്ടയുടെ കാർഡാണ്. കുണ്ടെ മാത്രമല്ല നമ്മുടെ വാൻ ബിസാക്കയുടെ കാർഡ് ഉണ്ട്, അത് നമുക്ക് സെറ്റ് ആക്കാം. അത് ലെഫ്റ്റ് ബാക്ക് സെറ്റ് ആക്കാം. ലെഫ്റ്റ് ബാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം അറ്റാക്കും ചെയ്യും ഡിഫൻസ് ചെയ്യും. ഹക്കീമയുടെ കാർഡാണ് എടുത്തേക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും പിടിക്കുന്ന വെച്ചാൽ എനിക്കറിയില്ല, എന്തായാലും ഹക്കീമയുടെ കാർഡ് എടുത്തേക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നിൽക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന്റെ പുറത്തെടുത്താണ് സ്പീഡ് 100 ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് വന്നത്. ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് രണ്ട് CB ബാക്ക് രണ്ട് DMF തപ്പി നോക്കാം. DMF അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡോ. DMF ബാക്ക് അത്യാവശ്യം പ്രതീക്ഷയുണ്ട്. DMF നമ്മുടെ ഒന്ന് ചൗമനി ഉണ്ട്, സക്കറി ഉണ്ട്, റൈസ് ഉണ്ട്. ഒക്കെ മൂന്ന് പേരും കിടിലൻ കാർഡ്സ് ആണ്. എന്തായാലും ഒരു DMF നമുക്ക് സക്കറിയനെ ഉപയോഗിക്കാം. രണ്ടാമത്തെ ഒരു CMF കാർഡാണ്. DMF കളിക്കും. വേറെ നമ്മളെ റൈസിന്റെ കാർഡ് ഇതിലേക്ക് ഇടാം. പിന്നെ ചൗമനിയുടെ കാർഡ് ഉണ്ട്. ചൗമനിയും ആങ്കർമാൻ ആയതുകൊണ്ടാണ് രണ്ട് ആങ്കർമാൻ പിടിച്ചിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബോക്സ് ടു ബോക്സും ഒരു ആങ്കർമാൻ പിടിച്ചിടുന്നത്. അപ്പൊ റൈസിനെ സ്കോളിലേക്ക് ഇടാം. ബോക്സ് ടു ബോക്സ് ആണ്. റൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കും, നല്ല കാർഡാണ്. ഏത് കാർഡായാലും കേട്ടോ, ബോക്സ് ടു ബോക്സ് ഏത് കാർഡായാലും ഹൈലൈറ്റ് കാർഡോ ഫീച്ചർഡോ ഏത് കാർഡായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കും. ഓക്കെ, ഇനി വരാൻ നമ്മുടെ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് രണ്ട് CF. റൈറ്റ് വിങ് വേറെ ആരുമില്ല, വേറെ ആരും നമ്മുടെ ഡെമ്പലെ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് CF രണ്ട് CF എല്ലാം കളിക്കും. നമുക്ക് റൈറ്റ് വിങ് ഇപ്പോഴും ലെഫ്റ്റ് വിങ് വേറെ ആളുണ്ട്. വേറെ ആരും നമ്മുടെ വിനീഷ്യസിനെ പിടിച്ച് നമുക്ക് ലെഫ്റ്റ് വിങ് ഇടാം. രണ്ട് CF നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഒരെണ്ണം നമ്മുടെ എംബാപ്പയാണ്. ലെഫ്റ്റ് വിങ് നമുക്ക് വിനീഷ്യസിന് ഇടാം. എംബാപ്പയും ഹാളൻഡ് ഇടാന്നാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോംബോയാണ് ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് രണ്ട് CF. എംബാപ്പെ ഹാളൻഡ് ഡെമ്പലെ വിനീഷ്യസ് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും ഹാളനെ പിടിച്ചിട്ട് നമുക്ക് സ്കോഡ് നമുക്ക് ഫില്ലാക്കാം. ഹാളനും അത്യാവശ്യം ബേസ് കാർഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കും. ഓക്കെ, ഹാളിനെ പിടിച്ച് നമ്മുടെ സ്കോഡിലേക്ക് ഇട്ടണം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് 11. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മൾ സെറ്റ് ആക്കിയിട്ട് അത്യാവശ്യം എല്ലാം നല്ല പ്ലേസിന് ഇടാൻ നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ സബ് നോക്കുമ്പോൾ സബ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലേസ് ഉണ്ട്. നമ്മുടെ അലക്സാണ്ടർ അർണോൾഡ് ചിലപ്പോൾ മാറ്റും. ഇപ്പൊ എന്തായാലും ഇട്ടേക്കുണ്ട്. നമ്മുടെ വാൽവേർഡെ ഉണ്ട്, ട്രെയിൻ ആക്കണം. രണ്ടുപേരും ട്രെയിൻ ആക്കണം. റഫീന ഉണ്ട്, ബെല്ലിംഗാം ഉണ്ട്, ബെഡ്രി ഉണ്ട്, ചൗമൻ ഉണ്ട്, ആന്റണി ഉണ്ട്. പിന്നെ ആരാണ് നമ്മളെ ഇവനെ ഇറക്കുന്നുണ്ട്, സണ്ണുണ്ട്, റാഷ്ഫോർഡ് ഉണ്ട്, നമ്മുടെ ബെൻസീമേനെ ഇറക്കിയിട്ടുണ്ട്. ബെൻസീമോ ഞാൻ ഇറക്കുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇറക്കിന്ന് വരും, ചിലപ്പോൾ ഇറക്കില്ല വരും. ഫുൾ ഫോമാണ് ഇറക്കും. ബെൻസീമെ കളിച്ച് നോക്കാൻ വിചാരിച്ചു. ഞാൻ ഇതുവരെയായിട്ടും ആളുടെ ഒരു കാർഡ് പോലും കളിച്ചിട്ടില്ല, ഒരു കാർഡ് പോലും കളിപ്പിച്ചിട്ടില്ല. അപ്പൊ ഫുൾ ഫോമാണ് എന്തായാലും ഇറക്കും. ഓക്കെ, ഇപ്പൊ ഗെയിം പ്ലേയിലോട്ട് പോണേക്കുമ്പോൾ രണ്ട് കാർഡ്സും കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ വാൻ ബിസാക്കയുടെ കാർഡും ആഡ് ആക്കിയിട്ടുണ്ട്, നമ്മുടെ ഒരു ഡിസ്ട്രോയർ കാർഡും ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം രണ്ടുപേരും അത്യാവശ്യം കിടിലൻ കാർഡ്സ് ആണ്. ബേസ് കാർഡ് എന്ന് വിചാരിക്കേണ്ട വാൻ ബിസാക്ക ബെസ്റ്റ് കാർഡാണ്. റൈറ്റ് ബാക്ക് കുണ്ടേനക്കായ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടുതൽ കളിക്കും. ഒക്കെ കുണ്ടേനെ മറ്റേ വാൻ ബിസാക്കിനെ ഇറക്കാം. നമ്മൾ ഒരു ഡിസ്ട്രോയർ കാർഡ് ആഡ് ആക്കാം. രണ്ട് ബിൽഡപ്പ് സെറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഗബ്രലിനെ സൈൻ ആക്കിയിട്ട് അത്യാവശ്യം ഡിഫൻഡീവ് സ്റ്റാറ്റ്സ് കൊടുത്തുണ്ടോ. ബേസ് കാർഡ് വിചാരിക്കേണ്ട അത്യാവശ്യം രണ്ടുപേരും വാൻ ബിസാക്കിയാലും ഇവനാൽ അത്യാവശ്യം കളിക്കുക എന്റെ വിശ്വാസം. അപ്പൊ നമ്മൾ ഫുൾ സ്കോഡ് സെറ്റ് ആണ് ഫസ്റ്റ് 11. അപ്പൊ ഈ സ്കോഡ് അത്യാവശ്യം എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ സമയമൊന്നും കളയണ്ട, കുറച്ച് നേരം അധികം എടുത്തുകൊണ്ട് സ്കോഡ് ബിൽഡിംഗ് സെറ്റ് ആക്കാൻ. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് സെറ്റ് ആക്കി തരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മാച്ച് സ്റ്റാർട്ട് ആക്കാൻ. ഡിവിഷൻ 3 ആട്ടോ, ഞാൻ അധികം കളിച്ചിട്ടില്ല. ഡിവിഷൻ 3 തന്നെ ഇപ്പൊ നിൽക്കുക. അത്യാവശ്യം ഡിവിഷൻ 3 തുടങ്ങിയിട്ടുള്ളൂ, ഫേസ് തുടങ്ങിയിട്ടുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നല്ല നല്ല പ്ലേസ് കിട്ടും വിചാരിക്കും. എനിക്ക് എന്തായാലും ഈ സ്കോഡ് മറ്റേ ജയിക്കാൻ പറ്റൂല്ലോ എന്നൊക്കെ നോക്കാം. എനിക്ക് ജയിക്കാൻ പറ്റില്ലെങ്കിൽ ഡ്രോ എങ്ങനെ പിടിക്കാൻ പറ്റും നോക്കിയേക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എപ്പിക്കും അവരൊക്കെ ഒപ്പോണ്ടായിട്ട് വരുമ്പോൾ അത്യാവശ്യം കുറച്ച് ലോ ആയിരിക്കും. എന്തായാലും സ്പീഡും അതൊക്കെ കുറച്ച് കുറവായിരിക്കും എൻ്റെ ഒരു തോന്നലൊക്കെ. എന്തായാലും ഒപ്പോണ്ട് വന്നിട്ട് ഒപ്പോണ്ട് ഡിവിഷൻ 1 ബാഡ്ജ് ഒക്കെ കാണുന്നുണ്ട്. ഒക്കെ നോക്കി നോക്കാം. നല്ല സ്ട്രീം സ്ട്രെങ്ത് ഒന്നും ഇല്ലെങ്കിലും കളിക്കാറാന്ന് ഒപ്പോണ അവിടെ റൈസ് ഫോം ഔട്ടല്ല. റൈസ് ഫോം ഔട്ടായ സ്ഥിതിക്ക് നമുക്ക് ഇനി ചൗമനുണ്ട്. ചൗമനും ആങ്കർമാനാണ്. സക്കറിയ ആങ്കർമാനാണ്, ചൗമനും ആങ്കർമാനാണ്. സാലിബ് ഫുൾ ഫോം ഔട്ടാണ്. സാലിബിനെ എന്തായാലും ഇറക്കി വിട്ടിട്ടുണ്ട്. ചൗമനീനെല്ലാം ഇറക്കിയാൽ അല്ലെങ്കിൽ ബെല്ലിംഗാം ഉണ്ട്, പെഡ്രി ഉണ്ട്, മറ്റേ ആൽബർട്ട് നമുക്ക് എന്തായാലും ബെല്ലിംഗാമിനെ പിടിച്ച് DMF എന്തായാലും കളിക്കില്ല, CMF ആക്കിയിടാം. അവിടെ AMF ആണ്. പിന്നെ AMF വേണ്ട, CMFനെ കിടക്കട്ടെ. ഒറ്റ DMF ചിലപ്പോൾ ഷോകായിരിക്കും. എന്തായാലും ബെല്ലിംഗാമിനെ CMF ആക്കി ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ജയിക്കാൻ പറ്റുമോ നോക്കിയൊക്കെ. ഒപ്പോണ്ട് സ്കോഡ് നോക്കാട്ടോ. അമ്പോ ഒപ്പോണന്റ് റൂമി ഷെവ നെയ്മർ കുഴപ്പമില്ല, പിടിച്ചേക്കാൻ പറ്റുമോ നോക്കി കഴിഞ്ഞാൽ
കുഴപ്പമില്ല, പിടിച്ചേക്കാൻ പറ്റുമോ എനിക്ക് തോന്നല്ല. എന്തോ സ്ക്വാഡ് ബിൽഡ് ചെയ്ത് സെറ്റാക്കി വെച്ചത് കണ്ടിട്ട് നല്ല കളിക്കാറിയാന്നാ തോന്നുന്നത് കണ്ടിട്ട്. വിയേര ഉണ്ട്, പഴയ കാഴ്ചയൊക്കെ ഉണ്ട്. റൂമിയുടെ ബൂസ്റ്റർ അല്ലാത്ത എപ്പിക് കാർഡ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളിക്കാൻ വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കാൻ ജയിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ബെല്ലിംഗം CMF ഇട്ടേക്കുന്നത് വിഷയമില്ല. ഓക്കെ, ബെല്ലിംഗം നൈസ് പാസ്. സക്കറിയ, എംബാപ്പെ അടിക്കട. ഹാളൻഡ് കോമ്പോ വർക്കാവെന്ന് വിചാരിച്ചാണ് എംബാപ്പെ ഹാളൻഡ് ഒരുമിച്ച് ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഹാളൻഡിനെ സെക്കൻഡ് ഹാഫ് ഇറക്കാറുന്നു. ഫസ്റ്റ് ഹാഫ് ഇറങ്ങിട്ട് ഗോൾ അടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, റൂമിയാണ് കുറച്ച് പേടിയുള്ളത്. റൂമി ഷെവയാണ് കുറച്ച് ടാസ്ക് ഉള്ളത്. ബാക്ക് പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. നല്ല റണ്ണൊക്കെ എടുത്താലേ ചിലപ്പോൾ അത്യാവശ്യം നല്ല CB ഉണ്ട്. ബേസ് കാർഡാണ്, എന്നാലും വിഷയമുണ്ട്. ഓക്കെ, ബെല്ലിംഗാം. ഓക്കെ, വിനീഷ്യസ് കൊടുക്കാം. എംബാപ്പയ്ക്ക് ത്രൂ കൊടുക്കാം. ഓക്കെ, ക്രോസ് ഇട്ട് നോക്കാം. ഓക്കെ, എംബാപ്പെ എന്താണ് ലേറ്റ് പാസ്. എന്തായാലും ആ ചാൻസ് മിസ് ചെയ്യാം. മാക്സിമം ചാൻസ് ക്രിയേറ്റ് ചെയ്ത് അടിക്കാൻ പറ്റും. അത് ഹാളൻഡ് കൊടുക്കുക. ഓഫ് സൈഡ് ആയിപ്പോ, അല്ലെങ്കിൽ ഒരു ഗോൾ ഇപ്പൊ തന്നെ അടിക്കാറുണ്ട്. കുറച്ച് ടാസ്ക് ആണല്ലോ. ഒപ്പോണ്ട് അത്യാവശ്യം പിടിക്കാനുണ്ട്. ഒപ്പോണ്ട് അത്യാവശ്യം നല്ല അറ്റാക്കും ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഡിലൈറ്റ് ഒപ്പോണ്ട് പഴയ കാർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് കളിക്കണേ. ഒപ്പോണ്ട് അത്യാവശ്യം മറ്റേ റൂമിയുടെ പഴയ ബൂസ്റ്റർ ഇല്ലാത്ത കാർഡ്, ഇപ്പൊ അങ്ങനത്തെ ലെജൻഡ് വിയേര. ഒപ്പോണ്ടും ഏകദേശം നൈസാണ് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, എംബാപ്പെ. ഓക്കെ, അത് കിട്ടിയില്ല. ബെൻ വൈറ്റ്, അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ്. ഫുൾ F2P സ്ക്വാഡ്. F2P വേഴ്സസ് ബേസ് പ്ലെയർ. ഓക്കെ, സക്കറിയ അത്യാവശ്യം ആങ്കർമാൻ. നല്ല എപ്പോഴും പറഞ്ഞിരിക്കുന്നു, വേറെ ഒന്നും വിചാരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ഓക്കെ, എംബാപ്പെ നൈസ് ചാൻസ്. സ്റ്റണ്ണിങ് അടിച്ചുവിട. ഡിലൈറ്റും കൊള്ളാം. ഡിലൈറ്റിനെ CB ഉണ്ടെങ്കിൽ ഇറക്കാമായിരുന്നു ബേസ് കാർഡ്. ഓർത്തില്ല. ഓക്കെ, ഡാനി ഒൽമോ. ഹക്കീമി, മാൽദീനി നോക്കാം. വിനീഷ്യസ്. ഓക്കെ, ഹക്കീമി കിട്ടിയില്ല. അത് പൊട്ടിയില്ല. ബാക്ക് പൊട്ടിയില്ല. ഷെവ, ബെൻ വൈറ്റ്, ഡാനി ഒൽമോ. ഫുൾ അറ്റാക്ക്. ഓക്കെ, ഡാനി ഒൽമോ നൈസ്. ഡാനിയലും എൻ്റെ പൊന്നോ നൈസ് ഗോള്. നൈസ് പാസ് ഇട്ട് ഡിഫൻഡൊക്കെ പക്കായിട്ട് പൊട്ടിച്ച്. നമുക്ക് കളിക്കാൻ പാടാത്തോണം കയ്യിൽ നിന്ന് പോയ പാസ്. നൈസ് ഗോൾ അടിച്ച് എന്തായാലും. ബിൾസ്കർലർ. ഓക്കെ, റുമിയാണ് വിഷയം. ഓക്കെ, വാൻബിസാക്കം വിഷയം കാർഡ്. ഓക്കെ, ബെല്ലിംഗം ടു വിനീഷ്യസ്. എംബാപ്പെ ഒരു ഗോളിങ്ങനെ അടിക്കാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, ഹാളൻഡ്. ഓക്കെ, നമ്മുടെ എംബാപ്പയ്ക്ക് ഹാളൻഡിനെ തിരിച്ചു പിടിച്ചങ്ങ് അടിച്ചു വിടാറുന്നു. ഓക്കെ, റൂമി. ഓക്കെ, എന്ത് സക്കറിയ കാലിൻ്റെ അഡേക്കോടൊക്കെയല്ലോ പോണൊക്കെ. ബെൻ വൈറ്റ്, ഡാനിയൽ മോക്ക് കൊടുക്കൂട്ടുവൻ. ഓക്കെ, സക്കറിയ, എംബാപ്പെ, ഹാളൻഡ് എടുക്കാം. ഓക്കെ, റൂമി അല്ലേ അത്. വിയേര. പോയി. കോട്ടുവ എങ്കിൽ കുറച്ച് ഈ സ്ക്വാഡിൽ അത്യാവശ്യം നമ്മുടെ മെയിൻ സ്ക്വാഡിൽ ഇടാൻ പറ്റിയ കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മളെ കോട്ടുവ അത്യാവശ്യം ഇട്ട് കളിപ്പിക്കാൻ പറ്റിയ പ്ലെയറാണ്. സക്കറിയ, വാൻബിസാക്ക അത്യാവശ്യം മെയിൻ സ്ക്വാഡിൽ ഇട്ടാലും നല്ല സെറ്റപ്പ് കളിക്കുന്ന എനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. നല്ല പ്ലേയേഴ്സാണ്. ഓക്കെ, ബെല്ലിംഗാം, എംബാപ്പെ അടിച്ചു വിട്ടാലോ. ഹാളൻഡ് പാസ് സെറ്റായില്ല. നല്ല പൊസിഷൻ അവൻ്റെ പ്ലേയേഴ്സ്. അത് കുറച്ച് ടാസ്ക് ആയിരിക്കും. മെൻഡിസ്, കമവിങ്ക അല്ലത്. ഓക്കെ, കമവിങ്ക. ഓക്കെ, ഹൈജൂസണോ. ഓക്കെ, വിനീഷ്യസ്. എന്തൊക്കെയാ പറയണേ. വിനീഷ്യസ് സ്കില്ലിടാൻ നോക്കിത്തരാ. ഡബിൾ ടച്ച് നോക്കിയതാ. ടൈം പോയി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഏതെങ്കിലും തീർന്നിട്ടുണ്ട്. 1-0. ഒരു ഷോട്ട് പോലും അടിച്ചില്ല. പൊസിഷൻ 49 ഉണ്ട്, എന്നാലും ഒരു ഷോട്ട് പോലും അടിക്കാൻ പറ്റില്ല. ഹാളൻഡ് ഫോം ഔട്ട് ആയാലോ. നമുക്ക് ആരെയും എന്തെങ്കിലും സബ് ഇറക്കേണ്ടി വരും. ബെല്ലിംഗാമിനെ മാറ്റിയിട്ട് പെഡ്രീനെ അങ്ങ് ഇറക്കി വിട്ടാലോ, അല്ലെങ്കിൽ ചോമിനെ വേണോ. പെഡ്രീനെ അങ്ങ് ഇറക്കി വിട്ടാലോ. വാൽവെർഡെ വരട്ടെ. CMF അത്യാവശ്യം നല്ലോണം ലോങ് ഒക്കെ അടിക്കാലോ ഇടയ്ക്കിടയ്ക്ക്. ബെല്ലിംഗാമിനെ പോലെ തന്നെ അതിനൊക്കെ സെറ്റപ്പായിട്ട് കളിക്കുമായിരിക്കും ചിലപ്പോൾ. മെൻഡിസ് വൻ ക്രോസ് പാമാണ്. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ക്രോസ് പാം പോലെ. ഓക്കെ, അതെങ്ങനെയാണ് അടിച്ചളിയൻ. ആരുടെ ഹെഡ്? സ്ലാട്ടൺ പോലെ ഹെഡ് ചെയ്യണേ. സ്ലാട്ടണാണത്. സ്ലാട്ടൺ ഇബ്രാഹിമോവിക്, ആൻഡ്രി ഷെവഞ്ചെങ്കോ. എൻ്റെ ബുള്ളറ്റ് ഹെഡർ അല്ല അളിയൻ. അത്യാവശ്യം നല്ല ഹെഡ്, നല്ല ചാടിയിട്ട് ഫ്രീ ആർന്ന്. നമ്മുടെ പ്ലേയേഴ്സ് ആരും മാർക്ക് ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, സക്കറിയ, വാൽവെർഡെ അത് പോയി. ആരും മാർക്ക് ചെയ്യാൻ. ഇപ്പം 2-0 ഡൗൺ. അടിക്കാൻ പറ്റുമോ നോക്കി നോക്കി. എനിക്ക് ഫസ്റ്റ് ഹാഫിലെ കളി കണ്ടിട്ട് എനിക്ക് ബോക്സിലോട്ട് അകത്തോട്ട് കയറാൻ പറ്റും. ഒരു ഷോട്ട് പോലെ അടിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, വിനീഷ്യസ്, ഹാളൻഡ്. വിനിക്കനെ കൊടുക്കുക. ഹാളൻഡ് കിട്ടിയ കമ്മിങ്. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പാസും സെറ്റ് ആവുള്ള കേട്ടോ. ഞാനിടുന്ന പാസ് ഇടയ്ക്കിടയ്ക്ക് മിസ് പാസ്സൊക്കെ ആയി പോണ്. ഓക്കെ, റൂമി നൈസ്. ഓക്കെ, ഡെമ്പല്ലേ എംബാപ്പയ്ക്ക് വെച്ചാലോ. ഓക്കെ, ഡെമ്പല്ലേ. വാൽവെർഡെ ഫ്രീ ആണ്. ഓക്കെ, വാൽവെർഡെ. ഓക്കെ, ഹാളൻഡ് അടി കിട്ടി. കാര്യമായിട്ട് ഒരു ചാൻസ് പോലും ക്രിയേറ്റ് ആക്കാൻ പറ്റുള്ള. അല്ലെങ്കിൽ മെൻഡിസ് ഇപ്പം വീണ്ടും ക്രോസ് പാൻ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ഫുൾ നെയ്മർ. ഓക്കെ, വിനീഷ്യസ് കിട്ടിയിട്ട് ഹാളൻഡിന് ത്രൂ വയ്ക്കാം. എംബാപ്പെ. ഹാളൻഡ് അവിടെ പോയി. ഹാളൻഡ് അപ്പുറം സൈഡ് പോയി. എന്താ കാണിക്കണം. ഓക്കെ, കമവേങ്ങ, നെയ്മർ, മെൻഡിസ്. ഫ്രീ ചാൻസ് ആണ് മെൻഡിസ്. ഇപ്പോൾ ക്രോസ് റൂട്ട് കളിയൻ. ഓക്കെ, കട്ട് ചെയ്ത് റൂമി. നൈസറാ. വാൻബിസാക്ക. ഓക്കെ, ഡെമ്പല്ലേ. എംബാപ്പയ്ക്ക് വെക്കുക. ഓക്കെ, എംബാപ്പെ. വേറെ ആർക്ക് വയ്ക്കും? ഒരു ഓപ്ഷനും ഇല്ലേ. ഇതെന്താണിത്? വിങ്ങ കളിക്കണോണ്ടാണ്. നമ്മൾ വിങ്ങ കളിക്കണം. ഒരു ക്രോസ് പോലും ഇട്ടിട്ടില്ല. 4-4 ആണ് കളിക്കുന്നത്, പക്ഷെ ഒരു ക്രോസ് പോലും ഇട്ടിട്ടില്ല.
ക്രോസ് ഇടാൻ പറ്റിയ ചാൻസും കിട്ടുള്ള. അപ്പൊ നമുക്ക് എന്തായാലും സബ് ഇറക്കാം, കുറച്ച് പ്ലേയേഴ്സിനെ ഇറക്കി വിടാം. ബേസിലൊക്കെ സ്റ്റാമിന ഒക്കെ ലോ ആയിട്ട് നമുക്ക് റഫീനെ ഇറക്കണം. ഡംബലേക്ക് പകരം നമുക്ക് റഫീനെ ഇറക്കാം. പിന്നെ വിനീഷ്യസിന് പകരം ആരാ, സണ്ണുണ്ട്. ഹാളൻഡിന് പകരം നമുക്ക് പെഡ്രിനെ ഇറക്കാം. വിനീഷ്യസിന് പെഡ്രിനെ ഇറക്കാം. പിന്നെ റാഷ്ഫോർഡ് തന്നെ ഇറക്കാം. സണ്ണിനെ ഇറക്കാം. സണ്ണും CF കളിക്കും. ഓക്കെ, ബെൻസിമിനൊക്കെ പിന്നെ ഇറക്കാം. ബെൻസിമ ഇപ്പോൾ വന്നിട്ടും കാര്യമില്ല തോന്നുന്നു. അത്യാവശ്യം ഓടിക്കാനും പ്ലേയേഴ്സിനെ ഇറക്കിയിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവരെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് സെക്കൻഡ് ഹാഫ് എംബാപ്പേനും ഹാളനെ ഇറക്കേണ്ടി വരുന്നായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇവരെ വെച്ച് അടിക്കാൻ പറ്റൂല എന്ന് നോക്കി നോക്കാം. സക്കറിയ ഓക്കെ, സണ്ണ് ഫസ്റ്റ്. ഓക്കെ, നമ്മുടെ പെഡ്രി അതൊക്കെ അത്രേ ഉള്ളൂ. ഹക്കീം ഇവർ ഫസ്റ്റ് ക്രോസ് അത് ഗോൾ അടിക്കുക. വാൻബിസ എൻ്റെ പൊന്നെ, അത് ആരാണ്ടാ? ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് ആരാണോ? റഫീന അല്ലേ? നൈസ് ഹെഡ് ചെയ്തിട്ട്, പക്ഷെ പുറത്തോട്ട് ഹെഡ് ചെയ്ത് കളഞ്ഞ. എന്താ സ്ക്രിപ്റ്റാണോ? ഒരു ഗോളെങ്കിലും അടിക്കട്ടെ. 71 മിനിറ്റ്. ഓക്കെ, റാഷ്ഫോർഡാന്ന് തോന്നുന്നു എനിക്ക് ഹെഡ് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, സക്കറിയ. ഓക്കെ, വാൽവേർഡെ കിട്ടിയില്ല. ഓക്കെ, ഡാനി ഒലുമ്പോ അവൻ്റെ യെല്ലോ കാർഡ് ഉണ്ടല്ലോ അവന്. ഓക്കെ, കോട്ടുവ. വൻബിസാക്ക 2 സക്കറിയ കൊടുത്താലോ? ഓക്കെ, മിസ് പാസ്. ഓക്കെ, റൊണാൾഡോ. ഹൈജൂസൺ അല്ലേ ഇത്? ഹൈജൂസൺ. വലിപ്പിക്കാണ്ട, നല്ല വലിപ്പിക്കലുണ്ട്. ഓക്കെ, ജെറാഡ്. അവൻ്റെ റേഞ്ച് പോയതാണോ വലിപ്പിക്കുന്നതാണത്? ഓക്കെ, അതാരാണ്ട? ഓക്കെ, ബെയില്. നമുക്ക് റഫീന ടു റാഷ്ഫോർഡ്. ഒരു ചാൻസ് പോലും കിട്ടില്ല. ഓക്കെ, വാൽവരുടെ. അവൻ്റെ മാർക്കിംഗ് വിഷയമുള്ള മാൻ മാർക്കിങ് ചെയ്ത് വെച്ചോണ്ടോ? മാൻ മാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. എന്തോ പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ടൈറ്റ് മാർക്കിങ് എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മെൻഡിസ് പാസ് ഇടുമ്പോൾ തന്നെ ഫ്രണ്ടിൽ കയറിയിരിക്കുകയാണ്. ഓക്കെ, ഹക്കീമി 85 മിനിറ്റ്. അതിന് ഒരു ഗോൾ അടിച്ചാലും കംബാക്ക് അടിക്കാനുള്ളൊരു ചാൻസ് പോലും ഇല്ല. ഒരു ഷോട്ട് ഇങ്ങനെ അടിച്ച് വിറ. ഓക്കെ, സാലിബ അല്ലല്ലോ അത്. ഓക്കെ, റഫീന നൈസ്. അത് അത്ര ഉള്ളൂ. റാഷ്ഫോർഡ് ഇത് ലാസ്റ്റ് ചാൻസ്. ഫേക്കൊക്കെ ഇട്ട് പോക്കോ റാഷ്ഫോർഡ്. ക്രോസ് ഇട്ടോ. ഓക്കെ, സണ്ണ് അത് അത്ര ഉള്ളൂ. ഓക്കെ, ഓരോ ഓക്കെ, ഫസ്റ്റ് ഗോൾ. ഓക്കെ, വാൽവരുടെ. എൻ്റെ പൊന്നറാവേ, ഇത് എന്താ കിണ്ടി കാണിക്കണ വാൽവരുടെ? ഈ ലോങ്ങം കടിച്ച് കേട്ടണം കാണാനുള്ള. ഇതെന്താണ് ഫ്രീ ചാൻസും ഗോൾക്ക് സുഖമായിട്ട് അടിക്കും. ഓൺ ടാർഗറ്റ് ഇങ്ങനെ അടിക്കാറുണ്ട്. 2 ഷോട്ട് ഉണ്ട്. ഒരു ഓൺ ടാർഗറ്റും ഒരു ഓൺ ടാർഗറ്റ് കയറുമല്ലോ. സണ്ണും തട്ടി വിട്ട ഓൺ ടാർഗറ്റ് ആയിപ്പോയി. ഓക്കെ, സക്കറിയൊക്കെ ഏകദേശം ഫൈനൽ വിസിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചോന്ന് വെച്ചാൽ ഒപ്പോണ് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഒപ്പോണ് നല്ലോണം കളിക്കാറിയാം, അത് വേറെ കാര്യം. കളിക്കാനും അറിയാം. നല്ല ഫുൾ എപ്പിക്കുന്ന പറയാനുള്ള അത്യാവശ്യം പഴയ കാർഡ്സ് വെച്ച് അവൻ സെറ്റപ്പായിട്ട് കളിക്കുന്നുണ്ട്. നമുക്കിന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. എന്താണെന്ന് അറിയാൻ പാടില്ല. പ്ലേയേഴ്സൊക്കെ നല്ല സെറ്റപ്പ് പ്ലേയേഴ്സൊക്കെ തന്നെ ബേസ് കാർഡ്, പക്ഷെ അത് കളിക്കാൻ പറ്റിയില്ല. ഫോർമേഷൻ എന്തോ സെറ്റായില്ല. വിങ് ഫോർമേഷൻ എടുത്തത് വിനീഷ്യസും ഡംബലൊക്കെ ഉള്ള കാരണമാണ് വിങ് എടുത്തത്. ഒപ്പോണ് അത്യാവശ്യം സെറ്റപ്പായിട്ട് കളിച്ചുകൂടാ. എന്തായാലും സെറ്റപ്പ് കളിയായിരുന്നു. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന. ബേസ് കോഡ് അടിച്ച് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും കളി നമുക്ക് ഗോളൊന്നും അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ബേസ് കോഡ് ജയിക്കാനൊക്കെ പറ്റും. മര്യാദ കളിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പതുക്കെ കളിച്ച് സെറ്റപ്പായിട്ട് ഫോർമേഷനൊക്കെ സെറ്റാക്കി കുറച്ചുകൂടെ പ്ലേസിനൊക്കെ സെറ്റാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാൻ പറ്റും. OP ലെവലൊന്നും പറയണില്ല. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ഡ്രോ എങ്ങനെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്നും ശ്രമിച്ചെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ അവസാനം വെക്കണവരെ ലൈക്ക്, സബ് കാണുകയൊക്കെ ചെയ്യുക. വീഡിയോ ആരെങ്കിലും ഹൈപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഹൈപ്പ് ചെയ്തിട്ട് പോകും. ഓക്കെ.